മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ആമയുടെയും മിക്കുവിൻ്റെയും വികൃതികൾ തന്നെയാണ്. ആമി ഭയങ്കര വികൃതിയായിരുന്നു. അവൾക്കിപ്പോൾ 55 ഒരു 60 ദിവസത്തിൻ്റെ ഉള്ളിലല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അവനുള്ള പല്ല് ഇങ്ങനെ മൂർച്ച വരുന്ന സമയമാണെന്നാണ് തോന്നുന്നത്. എല്ലാം കടിച്ച് വലിച്ച് വികൃതി അടിച്ച് നടക്കും അവൾ. അപ്പോൾ ആമയെ നോക്കിയിട്ട് ഞങ്ങൾ നടക്കുമ്പോൾ കാണാൻ കാലുമ്പോൾ തൂങ്ങി കടിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ അവളുടെ കൂട്ടിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്നിട്ട് പിന്നെ പുറത്ത് മിക്കു കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ നല്ല വികൃതിയായിരുന്നു ആമി. ഇപ്പോൾ മിക്കു അല്ല വികൃതി. മിക്കു കുറേ സഹിക്കും. പിന്നെ അവന് ദേഷ്യം സഹിക്കാൻ വയ്യാതാകുമ്പോഴാണ് ഒന്നര ആയപ്പോൾ അപ്പോഴേക്കും അവളവിടെ കിടക്കും ശബ്ദം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആമിയെ കൊണ്ട് ഭയങ്കര എന്താ പറയുക, അവളെ ഭയങ്കര വികൃതിയായിരുന്നു. അത് മാറുമായിരിക്കും, ചെറിയ കുട്ടിയല്ലേ, ചെറുതായിട്ടൊക്കെ വിളിച്ചാൽ വരുന്നതും അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആമി അത്രയും വികൃതിയായിരുന്നു. അവളെ ഇപ്പോൾ എന്താ ചെയ്യുക, അടിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ശരിയാവുന്നുണ്ട്. പക്ഷേ എന്നാലും കയറാൻ വെക്കുമോ, കയറൂട്ടാ, ചാടിക്കോ, ജമ്പ്. അവളെ എങ്കടാ, അവളെ കട്ടിലേക്ക് കയറ്റണ്ട, എൻ്റെ കുട്ടി കയറിക്കോ, കയറിക്കോ. അങ്ങനെ മിക്കു കയറി. ആമി 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 അവിടെ പോയി കിടക്കാം, ആ ബെഡിൽ. ആമി ആ ബെഡ് പോയി കിടക്കും. ഇല്ല, ഇജ്ജ് അവനെ വികൃതിയടിക്കുള്ളൂ, ഇജ്ജ് അവനെ വികൃതിയടിക്കുള്ളൂ. ആമി പോ, ഉണ്ണി ആ ബെഡ് പോയി കിടക്കാം. മിക്കൂടെ കയറി കിടന്നാ ഇജ്ജ് മിക്കുനെ കിടക്കാൻ അയക്കില്ല, ഇജ്ജ് ഒറ്റയ്ക്ക് കിടക്കാൻ പോയിട്ട്. ഉണ്ണി ഡാ ഒത്തിരി കേട്, മിക്കുതേ കൊണ്ടേക്കാം. ഓടുന്നു, എന്ത് കടിക്കണ് പോ. അല്ലാതെ എൻ്റെ പല്ല് എനിക്ക് എന്തെങ്കിലും കടിക്കട്ടേരുണ്ട്. മിക്കു ആമീനെ കൊണ്ടുപോകും. മിക്കു ഇവിടെയൊക്കെ മിക്കുട്ട ആമി തല്ലട്ടെ. ആമി ആമി ഒതുക്കി ഒതുങ്ങിയിരിക്കും, 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 ഒതുങ്ങിയിരിക്കും. ആമി തല്ലും ഞാൻ. ആമി എന്താ കടിക്കുന്നത്? ആമി 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 മിക്കു വടിയുണ്ട് കേട്ടെ. ഞാൻ തല്ലില്ല ആമീനെ. ഇങ്ങോട്ട് തരും വടിയുണ്ട് കേട്ടെ. ആമീനെ ഞാൻ തല്ലില്ല, ഇങ്ങോട്ട് കേട്ടെ. മിക്കു തരുന്നുണ്ടോ? ആമി അന്നെ തല്ലാൻ വടി. എന്നാൽ ആമീനെ കെട്ടിയിരട്ടെ ഇവിടെ. എന്നാൽ ഞാൻ ആമീനെ കെട്ടിയിരട്ടെ. ആമീനോട് കെട്ടിയിരട്ടെ. ആമീനെ കെട്ടിയിരട്ടെ. ആമീനെ കെട്ടിയിരട്ടെ. ഇപ്പോൾ രണ്ടാളും വികൃതിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കാണ്. കുറച്ച് നേരമേ കിടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഓടും. ആമി മുമ്പിലോടും, അല്ലെങ്കിൽ മിക്കു മുമ്പിലോടും, പിന്നാലെ മറ്റാൾ ഓടും. അതന്നെ ഇപ്പോൾ അവരുടെ കളി. ആമിക്കുട്ടിയെ മിക്കുവോ കുട്ടി ഉച്ചല്ലേ, അവിടെ പോയി കിടന്നുറങ്ങ. അവൾ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. അവൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, വികൃതി കൂടുതലാണ്. അവളെ നമുക്ക് ട്രെയിനിങ്ങിന് കൊടുക്കണം കേട്ടോ. അവളെ ചെറുതാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര പ്രശ്നമാണ് അവൾക്ക്. ആ കുട്ടി അവിടെ പോയി പറയുമ്പോൾ
ആമി പോയിട്ട് മിക്കുവിൻ്റെ മേലെത്തും. മിക്കുവിൻ്റെ നല്ല കിട്ടും ചെയ്യും. അവനവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കിടക്കണം ഉച്ചയ്ക്ക്. എനിക്ക് ഉറങ്ങില്ലാത്ത പോലെയൊന്നുമല്ല. അവൻ്റെ കൈമ കിട്ടി തന്നെ ഉറങ്ങാൻ സമ്മതിക്കാൻ. ഞാൻ ആർക്കായാലും ദേഷ്യം വരും ആമിയെ കേട്ടോ. കണ്ടോ? കിട്ടിയത് മേടിച്ച കുട്ടി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല. അവരവിടെ കിടക്കല്ലായിരുന്നു. മിക്കു വാ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആ സോഫ കയറി കിടന്ന കുട്ടി. മിക്കുട്ടാ ഉണ്ണി ഡേ മിക്കുണ്ണിയെ അവിടെ പോയി കിടന്നോ. ഇനിയും കുട്ടി പിന്നെയും കിട്ടാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അത് നന്നായി ഉള്ളൂ. നല്ലതാണ് കിട്ടിയ അവൾ അവിടെ കിടക്കും. അവരെ നല്ല കടി കിട്ടാഞ്ഞിട്ടാണ്. പിന്നെയും പോയി. ആമി ഇങ്ങോട്ട് പോരൂട്ടി. നമ്മൾ പോയി കിടന്നു. മിക്കു ആ സോഫയിൽ പോയി കിടന്ന കുട്ടി ഡേ മിക്കുട്ടാ മിക്കു ഇങ്ങോട്ടൊക്കെ നമ്മൾ കുട്ടി അവിടെ പോയി കിടന്നോളൂ. ആ സോഫയിൽ പോയി കിടന്നോളൂ. അവൾ വരില്ല അങ്ങോട്ട്. അവൾക്ക് അവിടെ കയറാൻ വയ്യ. അല്ലെങ്കിൽ കട്ടിലുമ്പോൾ പോയി കിടക്കേ. മിക്കുവോ പറഞ്ഞത് കേക്ക്. ആ സോഫയിലേക്ക് കയറിക്കോളൂ. സോഫയിലേക്ക് കയറും. എന്നിട്ട് അവിടെ പോയി കിടന്നോളൂ ബാബ. ഇപ്പം വരും കേട്ടോ അവള്. അവളവിടെ ചോറ് ആമി അവളിനി ഇങ്ങോട്ട് വന്ന അത് നോക്കണോക്കി വെക്കാം. കിടന്നിട്ട് നോക്കണുണ്ട് കേട്ടോ. അവിടുന്ന് വരുന്നുണ്ടേ. ആ കുട്ടി ഇവിടെ കിടന്നു. അമ്മ ആട്ടി വിടാം. എന്താ എൻ്റെ കുട്ടീനെ അങ്ങനെ വിധി വെച്ചാൽ ചെയ്യുക? നമ്മുടെ കുട്ടീനൊന്നും കാട്ടില്ലേ എൻ്റെ സ്വത്തിനെ. അമ്മ ഉണ്ടല്ലോ അമ്മ കുട്ടിച്ച്. അവളെ നമുക്ക് തല്ലണം. അവൾ കുട്ടി അവിടെ കിടന്നോളൂ കേട്ടോ. പൊന്നു അവിടെ കിടക്ക. മിക്കൂട്ടാ അവിടെ കിടന്നോളൂ. എൻ്റെ സ്വത്ത് അവിടെ കിടക്ക. സ്വത്ത് കിടന്നോളൂ. ഇങ്ങോട്ട് വാ. മിക്കൂൻ്റെ അടുത്തേക്ക് വന്നാൽ കിട്ടുമടി. ഞാൻ മിക്കൂന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കൊണ്ട് വെച്ചിട്ടാണേ. ഉണ്ണി അവിടെ കിടന്നോ. അവൾ വരില്ല. അടിയാണ് ഇട്ട് കൊടുക്കും നിൻ്റെ അടുത്തുനിന്ന്. അവിടെ കിടന്നത് അവിടെ കിടന്നത്. ഉണ്ണി മിക്കു കിടക്ക്. മിക്കു കിടന്നോളൂ. മിക്കു ബാബ കിടക്കൂ. കുട്ട അവിടെ കിടന്നോ. അവിടെ കിടന്നോളൂ. നീ അവളെ ഉറങ്ങിയിട്ടുണ്ടാവും. വാ നീ കുട്ടീനെ വിധിയായിട്ടില്ല കേട്ടോ. അവൾ അനങ്ങണമൊക്കെ ഉണ്ട്. അവളെ കള്ളത്തിയാണേ. ഉണ്ണി അവിടെ കിടക്കൂ. മിക്കു ബാബ എന്നാ അമ്മ നോക്കിക്കൊണ്ട് വരുന്നത്. മിക്കു ബാബ കിടക്കൂ. ഭയങ്കര വികൃതി പറഞ്ഞാൽ എത്ര വികൃതി. അവളെ കടത്തൊക്കെ കണ്ട എന്താ തോന്നും. ഇപ്പോൾ കുട്ടീനെ കടിക്കാൻ ചാടാനാണ് അവള്. പൊന്നു കടന്നോ. നോട്ടിയോടെ കടന്നോളൂ. ആരും വരുന്നില്ല. വണ്ടിയുടെ സൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ നോക്കൊന്നും വേണ്ട. കുട്ടി കിടക്കേ. മിക്കോടെ കടന്നോളൂ കേട്ടോ. ഓങ്ങിക്കോളൂ നമ്മുടെ കുട്ടി. ചെല്ലും ബാബ കടന്നോളൂ. കുട്ടി ഒന്ന് ഉറങ്ങാൻ നേരത്തെ അവൾ വന്ന് ശല്യം ചെയ്യേ. അവിടെ കിടക്കുത്താ. മിക്കോടെ കിടക്കേ. എന്തെങ്ങനെ ഇരിക്കണേ. ബാബ കിടക്കും. നല്ല കുട്ടികളായിട്ട് രണ്ടാളും കിടന്നുറങ്ങും വികൃതി അടിക്കാതെ. ഈ ഉച്ചയ്ക്ക് എവിടേക്കാ മിക്കൂ ബാബ കിടന്നേ. രണ്ടാളും ബാബ കിടന്നേ. ഇപ്പം തന്നെ നീക്കണ്ട. അവിടെ കിടക്കേ. അവളെന്തേലും ഭക്ഷണം അയ്യോ വെച്ചിട്ടാവേ. ആമിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തരില്ല. ഇനി രാത്രിയേ തരുള്ളൂ. എന്താ വേണ്ടേ ആമി? എന്താ വേണ്ടേ ആമി? ആമിതി ഓടിട്ടോ. ആമിക്കെന്താ? മിക്കൂനെന്താ? മിക്കൂനെന്താ? ആദ്യം ആർക്കാ കൊടുക്കുക ബിസ്ക്കറ്റ്? രണ്ട് ബിസ്ക്കറ്റ് ഉണ്ട്. ആർക്കത് ആദ്യം? ആമി സിറ്റ്. മിക്കു സിറ്റ്. മിക്കു പറഞ്ഞാൽ കേൾക്കൂ. ആമി പറഞ്ഞാൽ കേൾക്കില്ല. എന്നാലും വേണ്ടില്ല, ആമിക്കും കൊടുക്കാം. പാവല്ലേ, ചെറിയ കുട്ടിയല്ലേ.
വേഗം കഴിക്കാൻ പാടില്ല അങ്ങനെ. രണ്ടാളേത് കഴിക്കൽ കഴിഞ്ഞോ? ഇനി എന്താ? ആമി പൊക്കോളൂ, മിക്കും പൊക്കോളൂ. ഇത് മതി. ഈ 2 ബിസ്ക്കറ്റ് കഴിച്ചു, അത് മതി. തോനെ ബിസ്ക്കറ്റൊന്നും കഴിക്കാൻ പാടില്ല. ആമി, ആമിൻ്റെ ചെവിയുണ്ടോ? ആമി ചെവി പിടിച്ച് മുറിക്കണം. ഓ എന്താ നോട്ടം. ഇനി തരില്ല, ഇനി തരില്ല. ഇപ്പോൾ കുരയ്ക്കും കേട്ടോ. ആമി ഇപ്പോൾ കരയും. മിക്കുന് കിട്ടിയോന്നാ ചോദിക്കണേ ആമി. ഏട്ടന് കിട്ടിയോന്ന്. ഏട്ടൻകുട്ടിക്ക് മതി. മിക്കു, ഉമ്മി, ആമയോടെ മിക്കുട്ടിയെ. അപ്പോൾ എല്ലാവർക്കും മിക്കുൻ്റെ ആമയുടെയും ഈ കളിയും തമാശയും കടിയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇവരുടെ ഓരോ തമാശകളും കളികളൊക്കെ ആയിട്ട് ആമിയുടെ ഈ വികൃതി ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ മിക്ക ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് ആമിയുടെ അടുത്ത്.